സ്വദേശ് മെഗാക്വിസിൻ്റെ സിലബസും അതിന് ഉപയോഗപ്പെടുത്താവുന്ന ചോദ്യോത്തരങ്ങളും. സിലബസ്: LP സ്വാതന്ത്ര്യത്തിൻ്റെ കഥ, ഗാന്ധിജി, പൊതുവിജ്ഞാനം. UPയിൽ സ്വാതന്ത്ര്യ സമരചരിത്രം, ആധുനിക ഇന്ത്യ 2010 വരെയുള്ളത്, പൊതുവിജ്ഞാനം. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ജവഹർലാൽ നെഹ്റു ജനിച്ചതെപ്പോൾ? 1889 നവംബർ 14. കുട്ടികൾ നെഹ്റുവിനെ വിളിച്ച പേരെന്തായിരുന്നു? ചാച്ചാജി. നെഹ്റു ജനിച്ച വീട് ആനന്ദഭവനം. എന്നാൽ നെഹ്റുവിൻ്റെ ഔദ്യോഗിക വസതിയുടെ പേരെന്തായിരുന്നു? തീൻമൂർത്തി ഭവൻ. നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരെന്തായിരുന്നു? മോത്തിലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ അമ്മയുടെ പേരെന്തായിരുന്നു? സ്വരൂപ് റാണി. നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു? കമല കൗൾ. നെഹ്റുവിൻ്റെ ഏക മകൾ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. നെഹ്റുവിൻ്റെ വിശേഷങ്ങൾ എന്തെല്ലാമാണ്? ആധുനിക ഇന്ത്യയുടെ ശില്പി, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ്, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി, ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി. നെഹ്റു നിര്യാതനായതെപ്പോൾ? 1964 മെയ് 24. നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ഏതാണ്? ശാന്തിവനം. ഏത് സംസ്ഥാനത്തെയാണ് ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത്? മണിപ്പൂർ. സ്വതന്ത്ര ഇന്ത്യയിൽ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1947 മുതൽ 1964 വരെ. നെഹ്റു ഇന്ത്യയിലെ അണക്കെട്ടുകളെ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? രാജ്യത്തെ പുതിയ ക്ഷേത്രങ്ങൾ. നെഹ്റുവിൻ്റെ 100ാം ജന്മദിനം പ്രമാണിച്ച് ആരംഭിച്ച ട്രെയിൻ ഏതായിരുന്നു? ശതാബ്ദി എക്സ്പ്രസ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? നെഹ്റു. പഞ്ചശീല തത്വ കരാർ ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ചൈനയും. സിന്ധു നദീജല കരാറിൽ ഒപ്പിട്ട പ്രധാനമന്ത്രിമാർ ആരെല്ലാം? നെഹ്റുവും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന അയൂബ് ഖാനും. നെഹ്റു ആരംഭിച്ച പത്രം ഏതായിരുന്നു? നാഷണൽ ഹെറാൾഡ്. നെഹ്റുവിൻ്റെ ആത്മകഥകൾ ഏതൊക്കെ? ആൻ ഓട്ടോബയോഗ്രഫി, ടുവേർഡ്സ് ഫ്രീഡം. നെഹ്റുവിൻ്റെ പുസ്തകങ്ങൾ ഏതൊക്കെ? ഇന്ത്യയെ കണ്ടെത്തൽ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ആര്? നെഹ്റു. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തെരഞ്ഞെടുത്തത് ആദ്യമായി വിനോബ ഭാവെയായിരുന്നു. എന്നാൽ രണ്ടാമതായി ഉൾപ്പെടുത്തിയത് ആരെയാണ്? നെഹ്റുവിനെ. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? നെഹ്റു. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? രാജീവ് ഗാന്ധി. ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? മൊറാർജി ദേശായി. റിസർവ് ബാങ്ക് ഗവർണറും കേന്ദ്ര ധനകാര്യമന്ത്രിയുമായതിനു ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? മൻമോഹൻ സിംഗ്. പ്രിസൺ ഡയറി ആരുടെ പ്രശസ്തമായ പുസ്തകമാണ്? ജയപ്രകാശ് നാരായൺ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ.
ഇന്ത്യയെ ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? മേക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരായിരുന്നു? ഡോക്ടർ വേണുഗോപാൽ. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം ഏതാണ്? 1984 ഡിസംബർ 3. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം ഏതായിരുന്നു? മീഥൈൽ ഐസോസയനേറ്റ്. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ കമ്പനി ഏതാണ്? യൂണിയൻ കാർബൈഡ് കമ്പനി. ഇന്ത്യയിൽ യുദ്ധ ടാങ്കുകൾ നിർമ്മിക്കുന്ന സ്ഥലം ഏതാണ്? ആവടി. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ. ഇന്ത്യൻ കറൻസിയിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക വിദേശ ഭാഷ ഏതാണ്? നേപ്പാളി ഭാഷ. ഇന്ദിരാഗാന്ധി എ ലൈഫ് ഇൻ നാച്ചർ എന്ന കൃതി രചിച്ചതാരാണ്? ജയറാം രമേശ്. കറൻസി നോട്ടുകളിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു? 17. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ജോർജ് ഓണക്കൂർ എഴുതിയ നോവൽ ഏതാണ്? പർവ്വതങ്ങളിലെ കാറ്റ്. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് NS മാധവൻ എഴുതിയ നോവൽ ഏതാണ്? വൻമരങ്ങൾ വീഴുമ്പോൾ. ലോകസഭയുടെ പരവതാനിയുടെ നിറം ഏതാണ്? പച്ച. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ഏതാണ്? ചുവപ്പ്. രാജ്യസഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സ്. ലോകസഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സ്. ലോകസഭയിലെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 550. രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 250. പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള സർവകലാശാല ഏതാണ്? വിശ്വഭാരതി സർവകലാശാല. ശാന്തിനികേതൻ വിശ്വഭാരതിയായി തീർന്ന വർഷം ഏതാണ്? 1921. നിലവിൽ ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളിൽ ലിപിയില്ലാത്ത ഏക ഭാഷ ഏതാണ്? കൊങ്ങിണി. ₹1 നോട്ടിൽ ഒപ്പുവയ്ക്കുന്നതാര്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. ₹1 നോട്ടിലൊഴികെ മറ്റു കറൻസി നോട്ടുകളിൽ ഒപ്പുവയ്ക്കുന്നതാര്? RBI ഗവർണർ. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച തീയതി ഏതാണ്? 1960 സെപ്റ്റംബർ 19. സിന്ധു നദീജല കരാറിൽ ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ആരാണ്? അയൂബ് ഖാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി ഏത്? ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. ഇന്ദിരാഗാന്ധി കനാലിൻ്റെ പഴയ പേര് എന്താണ്? രാജസ്ഥാൻ കനാൽ. കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? 2006 ഫെബ്രുവരി 2. തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ആർക്കാണ്? ഗ്രാമപഞ്ചായത്തിന്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. ഗീതയിലേക്ക് മടങ്ങുക എന്നാഹ്വാനം ചെയ്തത് ആരായിരുന്നു? വിവേകാനന്ദൻ. ഇന്ത്യയിൽ സൈനിക സ്കൂൾ നിലവിൽ വന്ന വർഷം ഏതാണ്? 1961. കേരളത്തിലെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കഴക്കൂട്ടം, തിരുവനന്തപുരം. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ശങ്കരാഭരണം. ബോംബെ ബോംബർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ തെണ്ടുൽക്കർ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LICയുടെ ആപ്തവാക്യം ഏതാണ്? യോഗക്ഷേമം വഹാമ്യഹം. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തീർത്ഥാടന സംഗമം ഏതാണ്? കുംഭമേള. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി ഏതാണ്? നർമ്മദാ നദി. ഏകീകൃത സിവിൽ കോഡുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്?
ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി ആരാണ്? KR നാരായണൻ. ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതാര്? രാഷ്ട്രപതി. ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നതാർക്ക്? രാഷ്ട്രപതിക്ക്. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ ആരായിരുന്നു? സരോജിനി നായിഡു. ഇന്ത്യയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി. ഇന്ത്യയുടെ ആദ്യ വനിതാ മന്ത്രി വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരെയാണ്? ടെസ്സി തോമസ്. രാജ്യസഭാ MP ആയി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കായിക താരം? സച്ചിൻ തെണ്ടുൽക്കർ. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി ആരാണ്? ചൗധരി ചരൺ സിംഗ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായ വീലർ ദ്വീപിന് ഏത് വ്യക്തിയുടെ നാമമാണ് നൽകിയിരിക്കുന്നത്? APJ അബ്ദുൽ കലാം. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് ശാസ്ത്രജ്ഞനെയാണ്? K. ശിവൻ. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെതിരെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മലയാളി വനിത ആരായിരുന്നു? ലക്ഷ്മി സൈഗാൾ. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്നത് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതിയായിരുന്നത്? സക്കീർ ഹുസൈൻ. രാഷ്ട്രപതിയായ ഏക മലയാളി ആരായിരുന്നു? KR നാരായണൻ. ഡൽഹി അറിയപ്പെട്ടിരുന്ന പഴയ പേരെന്താണ്? ഇന്ദ്രപ്രസ്ഥം. ഡൽഹി ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? യമുന. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതാണ്? ചണ്ഡീഗഡ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന വകുപ്പ് ഏതായിരുന്നു? 370-ാം വകുപ്പ്. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? അസം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപം കണ്ടുവരുന്നത് എവിടെയാണ്? മുംബൈ ഹൈ. പ്രധാനമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി? രാജീവ് ഗാന്ധി. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ആരെയാണ്? BR അംബേദ്കർ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി. ലക്ഷദ്വീപിൻ്റെ ആദ്യകാല തലസ്ഥാനം ഏതായിരുന്നു? കോഴിക്കോട്. കോഴിക്കോട് നിന്നും ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയിലേക്ക് മാറ്റിയ വർഷം? 1964. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പരമോന്നത പുരസ്കാരങ്ങൾ? ഭാരതരത്നവും നിഷാനി പാകിസ്ഥാനും ലഭിച്ച ഒരേയൊരു ഇന്ത്യക്കാരൻ ആരാണ്? മൊറാർജി ദേശായി. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോകസഭാ സ്പീക്കർ. ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ ഏക തപാൽ ഓഫീസ് എവിടെയാണ്? ദക്ഷിണ ഗംഗോത്രി. 1988. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേഷണ കേന്ദ്രം ഏതായിരുന്നു? ദക്ഷിണ ഗംഗോത്രി. ദക്ഷിണ ധ്രുവത്തിലെ ഇന്ത്യയുടെ രണ്ടാമത്തെ പര്യവേഷണ കേന്ദ്രം ഏതാണ്? മൈത്രി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത? ഫാത്തിമ ബീവി. ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ആദ്യ വനിത? അന്ന ചാണ്ടി. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന വ്യക്തി? AK ആൻ്റണി. ഇന്ത്യൻ സമാധാന സേന ശ്രീലങ്കയിൽ LTTE ഭീകരവാദികളെ തുരത്താൻ നടത്തിയ ഓപ്പറേഷൻ ഏതായിരുന്നു? ഓപ്പറേഷൻ പവൻ. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ദാദാഭായ് നവറോജി. ട്രെയിൻ ടു പാകിസ്ഥാൻ എഴുതിയത് ആരായിരുന്നു? ഖുശ്വന്ത് സിംഗ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത്? ഹിന്ദി.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ഏത്? ബംഗാളി. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂൺ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? രാധാകൃഷ്ണൻ. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയായി കരുതപ്പെടുന്ന മെക്കാളെ മിനുട്സ് അവതരിപ്പിച്ചത് ആരായിരുന്നു? മെക്കാളെ പ്രഭു. കൂടംകുളം ആണവ നിലയം തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ്? തിരുനെൽവേലി. റഷ്യൻ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആണവ നിലയം? കൂടംകുളം. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായത് ആരായിരുന്നു? കെ ജി ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ഏക മലയാളി ആരാണ്? കെ ജി ബാലകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത ഏതാണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഭാരതകേസരി എന്നറിയപ്പെടുന്നത് ആരെയാണ്? മന്നത്ത് പത്മനാഭൻ. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത? കർണം മല്ലേശ്വരി. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? പി ടി ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ്? പി ടി ഉഷ. 1928 പയ്യന്നൂരിൽ വെച്ച് നടന്ന KPCCയുടെ യോഗത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 5-ാം പഞ്ചവത്സര പദ്ധതി. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ആരുടെ പദ്ധതിയായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായിരുന്ന 555ഓളം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത് ആരായിരുന്നു? VP മേനോൻ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയത്തിന് വേണ്ടി നിയമിക്കപ്പെട്ട ഓഫീസർ ആരായിരുന്നു? സിറിൽ റാഡ്ക്ലിഫ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ ആക്കാൻ മുൻകൈയെടുത്ത ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ. ഇന്ത്യൻ ദേശീയ പതാകയിൽ ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? കുങ്കുമം. ദേശീയ പതാകയിൽ സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയും സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? പച്ച. ദേശീയ പതാകയിൽ സത്യത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? വെള്ള. ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രത്തിൻ്റെ നിറം ഏതാണ്? നീല. ഇന്ത്യൻ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തപ്പെട്ടത് ഏത് നദീതീരത്ത് വെച്ചാണ്? രവി. ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ചത് എന്ന്? 1947 ജൂലൈ 22. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യ. കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് ആരെയാണ്? കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനിവൽക്കരണത്തിന് വിധേയമായ സ്ഥലം? ഗോവ. 1510 മുതൽ 1961 വരെ 450 വർഷക്കാലം. അവസാനമായി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? ഗോവ. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ സ്വതന്ത്രമായത് ഏത് വർഷമാണ്? 1961 ഡിസംബർ 19. ഗോവ വിമോചനത്തിൻ്റെ സൈനിക നീക്കത്തെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത്? VK കൃഷ്ണമേനോൻ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ, അതിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും? പ്രധാനമന്ത്രി.
ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരെന്താണ്? നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദി. ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത്? ഇന്ദിരാഗാന്ധി. നവംബർ 19. ഇന്ത്യയിൽ ദേശീയ തീവ്രവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? മെയ് 21, രാജീവ് ഗാന്ധിയുടെ ചരമദിനം. സദ്ഭാവനാ ദിനമായി ആചരിക്കുന്ന ആഗസ്റ്റ് 20 ആരുടെ ജന്മദിനമാണ്? രാജീവ് ഗാന്ധി. ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിന സ്മരണയ്ക്കായിട്ടാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനമായി ആചരിക്കാൻ കാരണം? ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈന. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന അന്താരാഷ്ട്ര അതിർത്തി ഏതാണ്? മക്മോഹൻ രേഖ. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? പാക് കടലിടുക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി ഉൽപ്പാദന കേന്ദ്രം എവിടെയാണ്? മുംബൈ. ഇന്ത്യയിലെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലത്തെയാണ്? പാനിപ്പട്ട്, ഹരിയാന. താഷ്കന്റ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരായിരുന്നു? അയൂബ് ഖാൻ. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച തീയതി 1966 ജനുവരി 10. വിദേശത്ത് വെച്ച് അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. ഒരു കൊച്ചു കുരുവിയുടെ അവസാനത്തെ വിജയം എന്നറിയപ്പെട്ടിരുന്നത് എന്തിനെയാണ്? താഷ്കന്റ് കരാർ. ഏത് യുദ്ധത്തെ തുടർന്നാണ് താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 1965. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി? ലാൽ ബഹദൂർ ശാസ്ത്രി. ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര. ഇന്ത്യയുടെ 25ാമത്തെ സംസ്ഥാനം ഏതാണ്? ഗോവ. ഏറ്റവും അവസാനമായി രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. തെലുങ്കാന രൂപീകൃതമായ വർഷം ഏതാണ്? 2014 ജൂൺ 2. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം? 30 ദിവസം. വിവരാവകാശ നിയമത്തിന് അനുമതി നൽകിയ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? അബ്ദുൽ കലാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതി ഏതാണ്? സുപ്രീം കോടതി. ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1950 ജനുവരി 28. സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്. സുപ്രീം കോടതി ജഡ്ജിയുടെ കാലാവധി എത്ര വയസ്സ് വരെയാണ്? 65 വയസ്സ്. ഹൈക്കോടതി ജഡ്ജിയുടെ കാലാവധി എത്ര വയസ്സ് വരെ? 62 വയസ്സ്. ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് ആരാണ്? രാജീവ് ഗാന്ധി. തുമ്പയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് ഏതാണ്? നിക്കി അപ്പാച്ചെ. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ആരാണ്? ലക്ഷ്മി എൻ മേനോൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസർ ആരാണ്? അന്ന മൽഹോത്ര. കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ R ശ്രീലേഖ. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്ത്? ISRO. ISROയുടെ പൂർണ്ണ രൂപമെന്ത്?
ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കമിട്ട വ്യക്തി ആരാണ്? വിക്രം സാരാഭായ്. ദൂരദർശൻ്റെ ആപ്തവാക്യമെന്ത്? സത്യം ശിവം സുന്ദരം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? കൽപ്പന ചൗള. ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരി ആരാണ്? സുനിത വില്യംസ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മ, 1984. കൊളംബിയ സ്പേസ് ഷട്ടിലിനുണ്ടായ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ആരായിരുന്നു? കൽപ്പന ചൗള. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതായിരുന്നു? ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ഏതായിരുന്നു? 1975. APJ അബ്ദുൽ കലാം അവാർഡ് നൽകുന്നതാര്? തമിഴ്നാട് സർക്കാർ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാര്? വിക്രം സാരാഭായ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്ന ഉപഗ്രഹം ഏതായിരുന്നു? എജുസാറ്റ്. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ പേരെന്താണ്? ചാന്ദ്രയാൻ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ടതെപ്പോൾ? 2008 ഒക്ടോബർ 22. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വ ദൗത്യം ഏതായിരുന്നു? മംഗൾയാൻ. ഇന്ത്യയുടെ സൂര്യദൗത്യം ഏതാണ്? ആദിത്യ. ആദ്യമായി ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട ഉപഗ്രഹമേത്? രോഹിണി. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമേത്? ആപ്പിൾ. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? അന്തരീക്ഷ ഭവൻ, ബാംഗ്ലൂർ. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പ. തിരുവനന്തപുരത്തെ കോവളത്ത് മരിച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞനാരായിരുന്നു? വിക്രം സാരാഭായ്. ISRO രൂപം കൊണ്ടതെപ്പോൾ? 1969 ഓഗസ്റ്റ് 15. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ട. മറ്റൊരു പേര് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ്? PSLV, GSLV. കൂടംകുളം ആണവ വൈദ്യുത നിലയം എവിടെയാണ്? തമിഴ്നാട്. ഇന്ത്യൻ ആറ്റമിക് എനർജി കമ്മീഷൻ രൂപം കൊണ്ടത് എപ്പോഴാണ്? 1948. ആറ്റമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനാരായിരുന്നു? ഹോമി ജെ ഭാഭ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനി ഏതാണ്? INS അരിഹന്ത്. ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ AIAU ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? വൈനു ബാപ്പു. ഭൂമിയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ ആണവ ശാസ്ത്രജ്ഞനാരായിരുന്നു? ഹോമി ജെ ഭാഭ. ഇന്ത്യൻ ആണവോർജ വകുപ്പ് രൂപം കൊണ്ടതെപ്പോൾ? 1954. നാവികസേനയുടെ ആപ്തവാക്യമെന്ത്? ഷാനോ വരുണ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം എവിടെയാണ്? താരാപൂർ. മിന്നാമിനുങ്ങിൻ്റെ തിളക്കത്തിന് കാരണമാകുന്ന രാസവസ്തുവേത്? ലൂസിഫറിൻ. ഇന്ത്യയുടെ 60% ഊർജാവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നത് ഏത് ഇന്ധനം വഴിയാണ്? ഫോസിൽ ഇന്ധനം. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? D. ഉദയകുമാർ. പാലിന് വെള്ളനിറം നൽകുന്ന രാസപദാർത്ഥം ഏതാണ്? കേസിൻ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ പ്രദേശം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പ്രശാന്തി സമുദ്രം. ലോകത്തിലെ
ഏറ്റവും വലിയ ബഹിരാകാശ നിലയം ഏത്? ISS ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ചൊവ്വയിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതായിരുന്നു? വൈക്കിംഗ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലത്തിലുള്ള ഗ്രഹം ഏത്? നെപ്റ്റ്യൂൺ. ഇന്ത്യൻ വ്യോമസേനയുടെ ആപ്തവാക്യമെന്ത്? നഭസ്പർശം ദീപ്തം. ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തെത്തിച്ച ഉപഗ്രഹമേതായിരുന്നു? സ്പുട്നിക് 2. ഭാരതം വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഭൂഖണ്ഡാന്തര മിസൈലിൻ്റെ കോഡ് നാമം എന്തായിരുന്നു? സൂര്യ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാരായിരുന്നു? ഹെൻറി കാവൻഡിഷ്. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏത്? സോഡിയം. ഗുജറാത്തിലെ പട്ടേൽ പ്രതിമയുടെ പേരെന്താണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 10 രൂപ നോട്ടിലെ ചിത്രം ഏതാണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രം. ദേശീയ ശാസ്ത്രദിനം ഏതായിരുന്നു? ഫെബ്രുവരി 28. ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ IAU ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? വൈനു ബാപ്പു.